യുവ നേതാവിനെതിരായ വെളിപ്പെടുത്തൽ നടത്തിയതിനു പിന്നാലെ സൈബർ ആക്രമണം രൂക്ഷമായതോടെ പോലീസിൽ പരാതി നൽകി നടി റിനി ആൻ ജോർജ്. സൈബർ ആക്രമണങ്ങളിലും അപകീർത്തികരമായ പരാമർശങ്ങളിലും കേസെടുക്കണമെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കും DGPക്കുമാണ് റിനി പരാതി നൽകിയിരിക്കുന്നത്. തനിക്കെതിരെ നടക്കുന്നത് ആസൂത്രിതമായ സൈബർ ആക്രമണമാണെന്നും ഇതിനു പിന്നിൽ ചരടുവലിക്കുന്നവരെ കണ്ടെത്തണമെന്നും നടി റിനി ആൻ ജോർജ് ആവശ്യപ്പെട്ടു. ജനപ്രതിനിധിയായ യുവനേതാവിൽ നിന്ന് മോശം അനുഭവമുണ്ടായെന്ന് വെളിപ്പെടുത്തിയതിനെ തുടർന്ന് നടി റിനി ആൻ ജോർജിനെതിരെ സൈബർ ആക്രമണം രൂക്ഷമായിരുന്നു. തന്റെ തുറന്നു പറച്ചിൽ ചിലരെ പൊള്ളിച്ചിട്ടുണ്ടെന്നും അതാണ് സൈബർ ആക്രമണത്തിന് കാരണമെന്നും റിനി ആൻ ജോർജ് പറഞ്ഞു. തനിക്ക് വേണ്ടിയല്ല, മുഴുവൻ സ്ത്രീകൾക്കും വേണ്ടിയാണ് താൻ പരാതി നൽകിയത്. പെയ്ഡ് രീതിയിലുള്ള ആക്രമണമെന്ന് സംശയിക്കുന്നതായും നേരിട്ട് അറ്റാക്ക് നടത്തുന്നവർക്ക് പുറമെ പിന്നിൽ ചരട് വലിക്കുന്നവർക്കെതിരെയും നടപടി ഉണ്ടാകണമെന്നും റിനി ആൻ ജോർജ് ആവശ്യപ്പെട്ടു. ആരോപണ വിധേയനല്ല, ആരാണെങ്കിലും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആരാണെങ്കിലും ഒരു പെയ്ഡ് രീതിയിൽ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിപ്പോൾ കമന്റ് ുന്നവരെയും ഈ വീഡിയോ ചെയ്യുന്നവരെയും മാത്രമല്ല, അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ശക്തികളെയും കൂടി, അതിന് ചരട് വലിക്കുന്ന ചില ശക്തികളുണ്ട്, അവരെയും കൂടി നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരണം. സൈബർ ആക്രമണങ്ങളിലും അപകീർത്തികരമായ പരാമർശങ്ങളിലും കേസെടുക്കണമെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കും DGPക്കുമാണ് റിനി പരാതി നൽകിയിരിക്കുന്നത്. വിവിധ സമൂഹമാധ്യമ അക്കൗണ്ടുകൾ, ഓൺലൈൻ യൂട്യൂബ് ചാനലുകൾ എന്നിവയ്ക്ക് പുറമെ രാഹുൽ ഈശ്വർ, ഷാജൻ സ്കറിയ, ക്രൈം നന്ദകുമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെയും പരാതി നൽകിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ചൂഷണത്തിനിരയായ യുവതിക്ക് റിനി നേരത്തെ ഐക്യദാർഢ്യം അറിയിച്ചിരുന്നു. അതിജീവിതയായ പെൺകുട്ടിയോട് ധൈര്യമായി പുറത്തുവരാനും ഉണ്ടായ വേദനകൾ തുറന്നു പറയാനുമാണ് റിനി ആൻ ജോർജ് തന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടത്. കരയേണ്ടതും ഒറ്റപ്പെടേണ്ടതും വേട്ടക്കാരനാണെന്നും വേട്ടപ്പട്ടികൾ കുരയ്ക്കുന്നത് കാര്യമാക്കേണ്ടതും റിനി ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചിരുന്നു. കൈരളി ന്യൂസ്, കൊച്ചി.